സഞ്ജീവനം ഒരു ഭംഗിയുള്ള കാട്. അവിടെ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ, ചെടികൾ, മലകൾ, പിന്നെ ഒരു നദിയും ഉണ്ടായിരുന്നു. ആ നദിയിൽ ചില താറാവുകൾ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എല്ലാ മൃഗങ്ങളും അവിടെ വെള്ളം കുടിക്കാനായി വന്നുകൊണ്ടിരുന്നു. ആ താറാവിന്റെ കൂട്ടത്തിൽ ഡക്ക് പിന്നെ ഡ്രേക്ക് എന്ന ജോഡിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡ്രേക്ക് ആ നദിക്കരയിൽ 2 മുട്ട ഇട്ടിരുന്നു. ഡക്ക് പിന്നെ ഡ്രേക്ക് അവർ 2 മുട്ടയും കണ്ട് സന്തോഷിച്ചു. അത് വളരെ നന്നായി നോക്കി. ആ നദിക്ക് കുറച്ച് അപ്പുറത്ത് ഒരു പാമ്പ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ നിന്നാണ് മൃഗങ്ങളെ നോക്കുക. എപ്പോ പാമ്പിന്റെ കണ്ണ് കൂട്ടിലുണ്ടായിരുന്ന ആ മുട്ടകളിലേക്ക് പോയോ, അത് സന്തോഷിച്ചു. ഓഹോ, എന്തോരം വലിയ വലിയ മുട്ടകൾ! ഇത് തിന്നാൻ ഒരവസരം കിട്ടിയാൽ വളരെ നന്നായേനെ. ഇവർ 2 പേരും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ. വൈകുന്നേര സമയം ആ നദിക്കടുത്ത് ഒരു കഴുകു വന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അപ്പോ അവിടെ ഒരു താറാവ് കൂട്ടം വന്നു. ഡാർക്ക് ഡ്രേക്ക്, ഇത് നിങ്ങളുടെ മുട്ടയാണോ? ആ, ഈ മുട്ട ഞാൻ രാവിലെ വെച്ചതാ. ഓ, ഇതുകൊണ്ടാണോ നിങ്ങൾ 2 പേരും ഇന്ന് കുളത്തിന്റെ അടുത്തേക്ക് വരാത്തത്? അതെ, ഇന്ന് നാൾ മുഴുവൻ ഞങ്ങൾ ഇവരെ നോക്കിക്കൊണ്ടേയിരുന്നു. അയ്യോ, രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലേ? ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല, ഇപ്പൊ എനിക്ക് വിശപ്പ് സഹിക്കാനേ വയ്യ. പക്ഷേ ഈ മുട്ടകൾ വിട്ട് എങ്ങനെ പോകും? നീ വിഷമിക്കണ്ട, മുട്ടയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഭക്ഷണം കിട്ടിയാൽ അത് കഴിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് മുട്ട നോക്കാം. ഇങ്ങനെ പറഞ്ഞവർ മുട്ടകൾ അവിടെ വെച്ച് കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കാനായി പോയി. പാമ്പ് ഒളിഞ്ഞിരുന്ന് അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അത് ഈ സമയത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്, അവരെപ്പോ ഇവിടുന്ന് പോകുമെന്ന്. അവരവിടെ നിന്ന് ദൂരെ ചെന്നതും പാമ്പ് വളരെ സന്തോഷിച്ചു. മുഖത്ത് ചിരി, കണ്ണിൽ അത്യാഗ്രഹം. അത് മുട്ടയ്ക്കടുത്തേക്ക് ചെന്നു. ആഹാ, പുതിയതായിട്ട് നല്ല മുട്ടകൾ! അങ്ങനെ പറഞ്ഞ സന്തോഷത്തോടെ അതൊരു മുട്ടയെടുത്ത് വിഴുങ്ങി. ആഹാഹാഹാഹാ, ഇന്ന് ഒരു പിടി അങ്ങ് പിടിച്ചേക്കാം. അങ്ങനെ പറഞ്ഞത് 2ാമത്തെ മുട്ടയും സന്തോഷത്തോടെ വിഴുങ്ങി. ആ, ഞാൻ ഇത്രയും രുചിയുള്ള മുട്ട കഴിച്ചിട്ടേയില്ല. ആ, ഇനി സമാധാനത്തോടെ പൊറ്റിൽ പോയി കിടന്നുറങ്ങാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നാളെ എന്റെ കഥ തീരും. അങ്ങനെ പറഞ്ഞത് മാടത്തിലേക്ക് ഇഴഞ്ഞു. അത് കഴിഞ്ഞ് മാടത്തിൽ ചെന്ന് ഉറങ്ങി. ഡക്ക് ഡ്രേക്ക് 2 പേരും ആ കൂട്ടം വിട്ട് അവരുടെ സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ അവരുടെ കൂടെ കാലിയായത് കണ്ട് വിഷമിച്ചു. അയ്യോ, നമ്മുടെ മുട്ട എവിടെ പോയി? നമ്മൾ വെച്ച മുട്ട നമ്മുടെ കൂട്ടമല്ലാതെ വേറെ ആരും കണ്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ആരും എടുത്തുകൊണ്ടുപോയത്? അത് കേട്ട് ഡക്ക് ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നോക്ക്. അങ്ങനെ പറഞ്ഞ ഡക്ക് ഡ്രിക്കിന് ഒരു ഐഡിയ കൊടുത്തു. അടുത്ത ദിവസം രാവിലെ ഡ്രിക്ക് വീണ്ടും അത് 2 മുട്ട വെച്ചു. 2 പേരും അത് നോക്കിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരമാകുന്നതിന് മുന്നേ ഡക്ക് പറഞ്ഞു, ഡ്രേക്ക്, എനിക്ക് നന്നായി വിശക്കുന്നു. പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, വാ. പക്ഷേ മുട്ട വിട്ട് നമ്മൾ എങ്ങനെ പോകും? ഇന്നലെ സംഭവിച്ച പോലെ ഇന്ന് സംഭവിച്ച എന്തു ചെയ്യും? എന്റെ അടുത്തൊരു വഴിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഡക്ക് ചില പുല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. ആ പുല്ലെല്ലാം ഇട്ടുകൊണ്ട് ആ മുട്ടയെ മൂടി വെച്ചു. ഇപ്പോൾ ഈ മുട്ട ആർക്കും കാണാൻ സാധിക്കില്ല. നമുക്കത് ഇവിടെ വിട്ടിട്ട് നന്നായി കഴിച്ചിട്ട് വരാം. അത് കണ്ട് ഡ്രിക്കും സന്തോഷിച്ചു. അത് കഴിഞ്ഞ് 2 പേരും വിഷമിക്കാതെ അവിടുന്ന് ചെന്നു. ഇവന്മാർ മണ്ടന്മാർ തന്നെ. ഇങ്ങനെ അടച്ചു വെച്ചാൽ ഞാനെന്താ അറിയാതെ ഇരിക്കുമോ? ഇന്ന് വൈകുന്നേരമാകുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞത് വേഗം മാടത്തിൽ നിന്ന് പുറത്തു വന്നു. ആ കൂട് നോക്കി പോയി. ഡക്ക് പിന്നെ ഡ്രിക്ക് 2 പേരും ആ നദിക്കടുത്തുള്ള മരത്തിന്റെ പുറകെ നിന്ന് അത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവിടെ വന്ന പാമ്പിനെ നോക്കി അവർ വളരെ പേടിച്ചു. അവർ അടുത്ത് ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ആ പാമ്പ് 2 മുട്ടയെയും വിഴുങ്ങി. അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തിൽ അതതിന്റെ കൂട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി.
ഡക്ക് പിന്നെ ഡ്രിക് രണ്ടുപേരും അവരുടെ കൂട്ടിൽ ചെല്ലുമ്പോൾ പാമ്പ് ആ മുട്ട കഴിച്ച് പോയിരുന്നു. ഈ പാമ്പ് തീർച്ചയായും നമ്മൾ വെക്കുന്ന മുട്ടയെല്ലാം കഴിച്ചു തീർക്കും. അപ്പൊ അതിനർത്ഥം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളുടെ മുഖം കാണില്ലേ? അത് കേട്ട് ഡക്കും ആലോചിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കണ്ണ് കഴുകിൽ പോയി. അതാ നദിയിലെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. നീ വിഷമിക്കണ്ട, ഇത് തടയാൻ എൻ്റെ അടുത്തൊരാളുണ്ട്. അവർ ഉറപ്പായും നമ്മളെ സഹായിക്കും. അപ്പൊ ഡക്ക് കഴുകിനോട് പറഞ്ഞു, ഗരുഡനെ, ഞങ്ങൾ വിളിക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഹാ, കേൾക്കുന്നു പറയ ഡക്ക്. ഡക്ക് കഴുകിനോട് അതിന്റെ മുട്ട പിന്നെ നടന്നതെല്ലാം പറഞ്ഞു. അവരുടെ കഷ്ടം കേട്ട് കഴുകി ഇങ്ങനെ പറഞ്ഞു, പാമ്പിനെ കഴിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാ. അത് എവിടേക്ക് പോകണമോ അത് ഞാൻ അയക്കാം. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കഴുകൻ ചേർന്നൊരു പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ദിവസം രാവിലെ ഡ്രിക് വീണ്ടും 2 മുട്ട വെച്ചു. ആ സമയത്ത് പാമ്പ് അവരെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ കൂട്ടിൽ പുല്ലൊക്കെ വെക്കുന്നുണ്ട്. അത് ഏതോ മൃഗം വന്ന് കഴിക്കാൻ വരുന്നു. അത് അറിയാതെ മുട്ടയും തിന്നുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പുല്ലൊന്നും വെക്കണ്ട. അത് കേട്ട് പാമ്പ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിട്ട് പോയാലും തുറന്നു വെച്ചിട്ട് പോയാലും ആ മുട്ട എന്റെ വയറ്റിനുള്ളിലേക്കേ പോകൂ. ഡക്കും ഡ്രിക്കും ആ മുട്ടകൾ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ ഒളിച്ചിരുന്ന അതേ സ്ഥലത്ത് അവർ ഒളിച്ചിരുന്നു. അവർ പ്ലാൻ ചെയ്ത പോലെ കഴുക അടുത്തിരുന്ന ഒരു മരത്തിൽ ഇരുന്നു കൊണ്ടേയിരുന്നു. ഞാനിതാ വരുന്നു എന്റെ രുചിയുള്ള മുട്ടകളെ. അങ്ങനെ പാടിക്കൊണ്ട് പാമ്പ് പുറത്തു വന്ന് ആ കൂട്ടിലേക്ക് ചെന്നു. അത് കൂടിന്റെ അടുത്തേക്ക് വന്നതും മരത്തിന്റെ മുകളിലുണ്ടായിരുന്ന കഴുക് വേഗം പറന്നെത്തി. പാമ്പ് മുട്ടകൾ കഴിക്കാൻ തല കുനിച്ചതും ആ കഴുക് അതിനെ പിടിച്ചു. കഴുക ആ പാമ്പിനെ കൊക്കുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ആകാശത്ത് അതിന്റെ ഒപ്പം പറന്നുപോയി. അയ്യോ, എന്നെ വിട്. ഇത് എവിടെ നിന്നും വന്നു? വിട്. അത് കേട്ട ആ കഴുക് സന്തോഷത്തോടെ ആ പാമ്പിനെ വിടാതെ പറന്നു. ഒരുപാട് നേരം പറന്നതിന് ശേഷം അതൊരു മലയ്ക്ക് മുകളിൽ ചെന്ന് നിന്നു. അവിടെ മുന്നേ 2 കഴുകുകൾ കാത്തുകൊണ്ടിരുന്നു. ആ കഴുക് ആ പാമ്പിനെ താഴെയിട്ടതും ആ 2 കഴുകും അതിന്റെ കൊക്കുപയോഗിച്ച് കൊത്തി കൊത്തി തിന്നു. അതിലത് ചത്തുപോയി. അങ്ങനെ ആ 3 കഴുകും ചേർന്ന് ആ പാമ്പിനെ ഭക്ഷണമാക്കി. ഇപ്പുറത്ത് ഡക്കും ഡ്രിക്കും അവരുടെ മുട്ടകൾ നന്നായിരിക്കുന്നത് കണ്ട് സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ കഴുകിന് നന്ദിയും പറഞ്ഞു. കുറച്ചു നാൾ കഴിഞ്ഞ് മുട്ടയ്ക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങൾ വന്നു. അത് കഴിഞ്ഞ് ഡക്ക് പിന്നെ ഡ്രിക് അവരുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായി ജീവിച്ചുകൊണ്ടിരുന്നു.